നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയെ കണക്കിന് വിമർശിച്ചപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനി. രാഹുൽ ഗാന്ധിക്ക് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും കഷ്ടകാലത്തിന് യാതൊരുവിധ കുറവുമില്ല. ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ പേരിൽ സൗഹൃദത്തിലാണെങ്കിലും കേരളത്തിലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിനോട് യാചിക്കുകയാണെന്നും എന്നാൽ കർണാടകയിലാണെങ്കിലോ കൊള്ളയടിക്കലാണ് കോൺഗ്രസിന്റെ ജോലിയെന്നും സ്മൃതി ഇറാനി പരിഹസിച്ചു. വയനാട്ടിൽ നിന്ന് മത്സരിക്കാതെ ഉത്തർപ്രദേശിലേക്ക് പോകണമെന്ന് രാഹുൽ ഗാന്ധിയോട് കൽപ്പിക്കുകയാണ് ഇടതുപക്ഷം. ഇത്രയും ഗതികെട്ട അവസ്ഥ മറ്റൊരു പാർട്ടിയിലെ നേതാവിനും ഉണ്ടോ എന്നത് സംശയകരമാണ്. ഡൽഹിയിൽ കെട്ടിപ്പിടുത്തമാണെങ്കിൽ കേരളത്തിൽ പിച്ചെടുക്കുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് എന്ന് സ്മൃതി ഇറാനി പറഞ്ഞു. കേരളത്തിലെ ഇടതു പാർട്ടികൾ രാഹുൽ ഗാന്ധിയോട് ഉത്തർപ്രദേശിൽ പോയി മത്സരിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതേ ഇടതു പാർട്ടികൾ ഡൽഹിയിലെ ഇന്ത്യ മുന്നണി യോഗത്തിൽ രാഹുൽ ഗാന്ധിയെ കൈപിടിക്കുകയും ചെയ്യുകയാണെന്നും സ്മൃതി ഇറാനി പറഞ്ഞു. കോൺഗ്രസിന്റെ ദുരവസ്ഥയെ വിവരിക്കുന്നതായിരുന്നു സ്മൃതി ഇറാനി പറഞ്ഞതെല്ലാം. കേരളത്തിലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയതും രാഹുൽ ഗാന്ധിയോട് ഉത്തർപ്രദേശിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ഇടത് പാർട്ടികൾ. അതേപോലെ രാഹുൽ ഗാന്ധി കേൾക്കാനാണ് പറയുന്നത്, നിങ്ങളെ പോലെ പലരും വന്നു പോയിട്ടുണ്ട്, എന്നാൽ ഹിന്ദുസ്ഥാൻ അന്നും ഇന്നും എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ചെന്നൈയിലെ വാപ്പേരി ജില്ലയിലെ YMCA ഓഡിറ്റോറിയത്തിൽ സെൻട്രൽ ചെന്നൈ BJP സ്ഥാനാർത്ഥി ബിനോജ് പി സെൽവത്തെ പിന്തുണച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തവെയാണ് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രിയായ സ്മൃതി ഇറാനി ഇങ്ങനെ പറഞ്ഞത്. അയോധ്യയിൽ രാമക്ഷേത്രം പൂർത്തീകരിക്കുന്നതിന്റെ പ്രാധാന്യം ഇറാനി ഊന്നി പറയുകയുണ്ടായി. ജയ ശ്രീറാം വിളിച്ചതിന് ഇന്ത്യ മുന്നണിയിലെ ആളുകളെ കൊന്നൊടുക്കിയ ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. പശ്ചിമ ബംഗാളിലും കേരളത്തിലും അത് സംഭവിച്ചു കഴിഞ്ഞു. ഇന്ന് ഇതേ ഭഗവാനെ പാദങ്ങളിൽ നോക്കി നിൽക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നും സ്മൃതി ഇറാനി പറഞ്ഞു.